ടാറിട്ട റോഡാണ് റോഡിന്റെ 5 സെന്റ് വേണമെങ്കിൽ 5 സെന്റ് 10 സെന്റ് വേണമെങ്കിൽ 10 സെന്റ് സെന്റിന് ചോദിക്കുന്ന വില വെറും 85,000 രൂപ. ഉറപ്പുണ്ടോ? ആൾക്കാർ കൊടുക്കും. കാറ്റടിക്കത് മാമാ. ഈ പുതിയ റോഡ് നിങ്ങള് ഞാൻ കണ്ടല്ലോ. ഈ റോഡ് 2 ഏക്കർ സ്ഥലത്തേക്കാണുള്ളത്. ഈ 2 ഏക്കറിക്ക് മാത്രം 2 ഏക്കറിക്ക് മാത്രം. ഇപ്പൊ ലൈഫ് മിഷൻ വഴി PMA വഴിയൊക്കെ വീട് ഒരുപാട് വീട് പാസ്സായിട്ടും ഭൂമി കിട്ടാതെ തെണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തെ എവിടെ വേണമെങ്കിലും നമ്മൾ ഓണർമാർ മുറിച്ചു തരും. 5 സെന്റോ 10 സെന്റോ 20 സെന്റോ എങ്ങനെയാണോ ഒരു ആഗ്രഹം ആ രീതിയിൽ മുറിച്ചു തരും. അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാർ എടുത്തുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ കീശയിലില്ല. അവനോടല്ലേ നാട്ടിലൊക്കെ വിളിച്ചു, ഫോൺ നമ്പറിൽ ഓരോന്നും വിളിച്ചു ബന്ധപ്പെടും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാം. ഇത് കരുളയിലാണല്ലോ. നിനക്ക് വേണ്ടി കാലം കാത്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ മൂത്തേടം പഞ്ചായത്തില് 1 ഏക്കർ 60 സെന്റ് ഭൂമി. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മാമ? എന്തിനാ അത് പറ്റാത്ത ചങ്ങായി? എന്തിനാ പറ്റുക? പെരക്ക് പറ്റും, ഗോഡൌണിന് പറ്റും, പിന്നെ കോളേജിന് പറ്റും, പിന്നെ എന്തിനു പറ്റും? ഇങ്ങനെ പറ്റാത്ത ഒന്നിനുമില്ല. വീട് വെക്കാൻ പറ്റില്ല, എല്ലാത്തിനും പറ്റും. അങ്ങനത്തെ എത്ര ഏക്കറാണ്? 1 ഏക്കർ 60 സെന്റും. 60 സെന്റ് റോഡുണ്ടോ? റോഡന്നെ ഉള്ളതിന്. കറുത്ത റോഡാണോ? റോഡ് ടാറിട്ട റോഡ് ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആരുതാണ് റോഡ് ഇട്ട് റോഡ് ഉറമാക്കാരൻ കിട്ടിയത്? ടാറിട്ട റോഡാണ് റോഡിന്റെ. അപ്പോ ടാറിട്ട റോഡ് വക്കിന് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് 1 ഏക്കർ 60 സെന്റ് ഭൂമിയാണ്. മൊത്തത്തിലല്ല നമ്മൾ കൊടുക്കുന്നത്, മൊത്തത്തിന് കൊടുക്കും. അങ്ങനെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 5 സെന്റ് കൊടുക്കാം, അങ്ങനെ 10 സെന്റ് കൊടുക്കാം, 20 സെന്റ് കൊടുക്കാം. പിന്നെ ഒന്നായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഗ്രൗണ്ട് മാരിക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ സ്റ്റേഡിയം ആക്കണെങ്കിലോ? സ്റ്റേഡിയം ആക്കാം, ഒരു പണിയില്ല. സ്റ്റേഡിയം ആക്കണമെങ്കിൽ ഓൾക്ക് അങ്ങനെ എടുക്കാം. പിന്നെ അത് മാത്രമല്ല ഗോഡൌൺ ഗോഡൌണർക്ക് ഞാൻ പറഞ്ഞ ഇതിൽ എന്തൊക്കെ പരിപാടി ഉണ്ടോ അതൊക്കെ പറ്റും. വെള്ളം തന്നെ നീ കിട്ടുള്ളൂ. പോയതിന്റെ അപ്പുറത്താ. അപ്പൊ വെള്ളം കയറും. വെള്ളം അലക്കി കയറുക. ഒരു 400 മീറ്റർ അപ്പുറത്താ പോയി. അതിന്റെ പെണ്ണിന്റെ അപ്പുറത്ത് മനസ്സിലായി. വെള്ളപ്പൊക്കത്തിനും കയറിലപ്പെടുക്ക് കയറൂല. ഉറപ്പുണ്ടോ? ആൾക്കാർ കായാണ് കൊടുക്കും. ഇതൊരു 1000 പേര് അപ്പുറത്തേക്ക് വന്നിട്ട് വേണം പിന്നെ കയറണമെങ്കിൽ. അതൊക്കെ പേരാണേ. ഈ കാണൊക്കെ വീടുകളാണ്. വീടുകളാണ്. പിന്നെ പ്രകൃതിയെ പറ്റി പറയുകയാണെങ്കിലോ പറഞ്ഞാ തീരൂല. എന്താ അത്രയും കുളിർമല്ല തലയങ്ങ ഇത്. കാറ്റടിക്കണ്ട ഇവിടെ. കാറ്റന്നെ ഉള്ളു ഇവിടെ. കാറ്റടിക്കത് മാമാ. അപ്പളേ നമ്മളെ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ വൈബ് അല്ല. കാരണം വിറകിന് പോണം. എവിടെ പോണം? ഇതിന്റെ അപ്പുറത്ത് തന്നെ കയറിയ എവിടെ? അപ്പുറം പറകല്ലേ? എങ്ങനെ വിറക്? റബ്ബറും തോട്ടല്ലേ? അല്ല മാമ, ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ വിറകുണ്ടാക്കി വിറകുണ്ട് ഇവര് ഈ പുക ശല്യം കൊണ്ട് എന്നാലും ചില പെണ്ണുങ്ങൾക്ക് വിറക് മാണ്ടിയാൽ അത് ഇവിടെ കിട്ടും ചോദിച്ചും തന്നെ. ഇനി വിറക് എത്തിക്കണം എന്നൊരു ആഗ്രഹം. വിറകടുപ്പിൽ ഒരു കഞ്ഞി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റും, പൈസ കൊടുത്ത് വാങ്ങണ്ട. അപ്പൊ അതിന്റെ സൗകര്യം അങ്ങനെ ആരോഗ്യത്തിന് ഇതിനും നന്നായി വ്യായാമത്തിന്. ആഹാ. പിന്നെ പള്ളി മദ്രസൊക്കെ എടുത്തുണ്ട് അവിടെ. പള്ളി മദ്രസാണ് ബുൾച്ചാ കേൾക്കണോടത്ത്. അപ്പൊ കുട്ടികൾക്ക് അതായത് കുട്ടികൾക്ക് മദ്രസ സ്കൂളൊക്കെ കിലോമീറ്റർ നടക്കേണ്ടി വരൂലേ? ഒരൊലക്കി നടക്കണ്ട. ഈ റോഡ് കണ്ട ചുങ്കത്തർക്ക് അങ്ങോട്ട് പാലങ്കരക്ക് ഇങ്ങോട്ട്. പാലങ്കര നിങ്ങളുടെ എത്ര ഉണ്ട്? പാലങ്കരക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ പാലങ്കര ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലാണ് ഞാനും എന്റെ ആക്കയും ഇപ്പൊ ഉള്ളത് കേട്ടോ മക്കളെ. അതായത് നമ്മുടെ മൂത്തേടം പഞ്ചായത്തിലാണ് ഈ 1 ഏക്കർ 60 സെന്റ് ഭൂമി ഞങ്ങൾ നിങ്ങൾക്കായി കൊടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ 5 സെന്റ് വേണമെങ്കിൽ 5 സെന്റ്, 10 സെന്റ് വേണമെങ്കിൽ 10 സെന്റ്. സെന്റിന് ചോദിക്കുന്ന വില 85 ചോദിച്ചത്. എംപിന് കിട്ടും. അത് നമുക്ക് മേടിച്ചാ 1.85 അല്ലേ? അല്ല, വെറും 85 85,000 രൂപയാണോ? 1.85 അല്ലല്ലോ. 1.85 അല്ലല്ലോ, വെറും 85,000 രൂപ. മാമ ഇത്ര നല്ല സ്ഥലോ? അത്ര നല്ല സ്ഥലം അതിനനുസരിച്ച് ജോലി കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കുക തന്നെ. ബിസിനസ് ആകുമ്പോ അങ്ങനെയാണല്ലോ. 10 റുപ്യ 5 റുപ്യ വിറ്റ് പോകണേ ആ പൈസ കൊണ്ട് മറ്റുള്ള ഏർപ്പാട് നടത്തും. അതാണ് കച്ചവടക്കാർ. ചെറിയ ലാഭം കച്ചവടക്കാരൻ നമുക്ക് മനസ്സിലായി. അതെ, അതായത് കിട്ടുന്ന വില ചെറിയ ചായ പൈസ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കുക. ചില ആൾക്കാർ വലിയ ലാഭത്തിന് നിൽക്കും, എന്നാൽ ഇത് കൊള്ള ലാഭത്തിന് നിൽക്കാത്ത നല്ലൊരു ഓണറാണ്. അപ്പോൾ എല്ലാ നിലക്കും നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായതാ ഈ കാണുന്ന നിരന്ന് പരന്ന് കിടക്കുന്ന ഭൂമി. അതും 1 ഏക്കർ 60 സെന്റ് ഉള്ളൂ. മൊത്തത്തിലാണെങ്കിൽ 2 ഏക്കർ ഉണ്ടാവട്ടത്. അങ്ങനെ വേണമെങ്കിൽ 2 ഏക്കർ വേണമെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കാം അല്ലേ? നിങ്ങൾക്ക് വലിയ പദ്ധതി തുടങ്ങാം. ഗോഡൌൺ വേണോ, നിങ്ങൾ കോഴി ഫാം വേണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ വേണോ, അതിന് തുടങ്ങാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പനികൾ തുടങ്ങണോ, അതിനും പറ്റും. എല്ലാത്തിനും ഏതിനും എന്തിനും പറ്റുന്ന സ്ഥലത്ത് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. വിളിച്ചോളി ആ നമ്പറിൽ. അപ്പൊ ഓക്കെ മക്കളെ, ബൈ ബൈ.
അമ്മവാ എത്ര വർത്താനോ? നല്ല വർത്താനം. ഈ പുതിയ റോഡ് നിങ്ങള് ഞാൻ കണ്ടല്ലോ. ഈ റോഡ് 2 ഏക്കർ സ്ഥലത്തേക്കാണുള്ളത്. ഈ 2 ഏക്കറിക്ക് മാത്രം. 2 ഏക്കറിക്ക് മാത്രം. അപ്പൊ ഇത് നിങ്ങളോട് പറയണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറെ ആൾക്കാർ, നിങ്ങൾ വലിയ ബ്രോക്കറാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ബ്രോക്കറാണ് നിങ്ങൾ. കേരളത്തിൽ അറിയാം, മലപ്പുറം ജില്ലയിൽ കുറെ അറിയാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആ കണക്കിന് നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ 2 ചില്ലാന ഏക്കർ ഭൂമിയാണ്. അതില് ഇത് മൊത്തത്തിലല്ല കൊടുക്കണത്. ഇത് സാധാരണക്കാർക്ക് വേണ്ടി, മനസ്സിലാണെങ്കിൽ സാധാരണക്കാർ 5 സെന്റിന്റെ ആവശ്യക്കാരുണ്ടാവും, 10 സെന്റിന്റെ ആവശ്യക്കാരുണ്ടാവും. ഇപ്പൊ ലൈഫ് മിഷൻ വഴി PMA വഴി ഒക്കെ വീട്, ഒരുപാട് വീട് പാസ്സായിട്ടും ഭൂമി കിട്ടാതെ തെണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തെ എവിടെ വേണമെങ്കിലും നമ്മൾ ഓണർമാർ മുറിച്ചു വരും. 5 സെന്റോ 10 സെന്റോ 20 സെന്റോ എങ്ങനെയാണോ ഒരു ആഗ്രഹം ആ രീതിയിൽ മുറിച്ചു വരും. അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാർ എടുത്തുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ കീശയിലില്ല. അവനോടല്ലേ നാട്ടിലൊക്കെ വിളിച്ചു, ഫോൺ നമ്പറിൽ ഓരോന്നും വിളിച്ചു ബന്ധപ്പെടും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാം. ഇത് കരുളയിലാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞു കരുളയിൽ നോക്കിയാ കാണാൻ വിളിച്ചാ കേൾക്കണത്. നോക്കിയാ കാണുന്ന കുറെ അകലുണ്ട്. വിളിച്ചാ കേൾക്കുന്ന കുറച്ചുള്ളൂ. അക്കരോട് വിളിച്ചാ കേൾക്കും. അതെ അതെ. അപ്പൊ കരളായി ടൗണാണ്, ടൗണിന്റെ ആവശ്യം നടക്കും. അതെ, ടൗണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ടൗണിൽ നിന്ന് കറക്റ്റ് എത്ര ഉണ്ടാവും? 500 മീറ്റർ. 500 വില്ലേജ് ഉണ്ട്. 300 മീറ്റർ ഉള്ളൂ. വില്ലേജ് റോട്ടുമേലാണ്. റോട്ടുമേലാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് പോരാട്ടോ. അപ്പൊ 300 മീറ്റർ ദൂര പരിധിക്കുള്ളില് ഈ കാണുന്ന 2 ഏക്കർ ഭൂമിയാണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. അപ്പൊ അമ്മാവനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങളെ കെയർ ഓഫ് പാവപ്പെട്ടോല് 5 സെന്റ് 10 സെന്റിനെ കണ്ടോ. അപ്പൊ അതിൽപ്പെട്ട, എന്നാൽ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് ഇതിനനുസരിച്ച് ഇവിടെ ഈ കരളായി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒരു 500 മീറ്ററിൽ ഒരു 1.25 ഉറുപ്പ്യ തോതിൽ ഭൂമി കിട്ടുക എന്നുള്ളത് നല്ല കിട്ടലാണ്. കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഇത് കൊടുക്കേണ്ടത് ഇത് നാട്ടുകാർ അറിയില്ലല്ലോ. ഇതിപ്പോ നമ്മളെ ചാനൽ സുബീർ ബാബു റിയൽ എസ്റ്റേറ്റിൽ ഈ ചാനൽ വന്നുകൊണ്ട് നാട്ടുകാർ അറിയാൻ പോവാണ്. നമ്മളെ മുമ്പ് ഇതിന്റെ മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്നോ കച്ചവടമായി പോയി. പക്ഷെ നമുക്ക് അറിയാൻ വേഗി. എന്താണ് ഇപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വിളിച്ചോളും. വിളിച്ചാൽ നമ്മൾ വെളിപ്പുറത്തുണ്ടാകും. നിങ്ങൾക്ക് എത്രയാണ് വില, എങ്ങനെയാണ് വില, എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു തരും. ചില ആൾക്കാരൊക്കെ ചോദിക്കണം, കരുളായി അവിടെ ആന ഇറങ്ങൂലേ നോക്കും എടുത്തേക്കിന്. എല്ലാവരുടെയും ഒരു പേടിയാണ്, ആന ഇറങ്ങൂലേ. പിന്നെ മലമ്പ്രദേശല്ലേ ചെങ്ങന്മാരെ, ഇത് പട്ടണത്തിലാണ്. ഇവിടെ ഒരു ആനശല്യോ ഒരു കുരങ്ങന്റെ ശല്യോ എന്തിനാ ഒരു പന്നി ശല്യം പോലും ഈ 2 ഏക്കറിലില്ല. 2 ഏക്കർ പരിസരത്തുമില്ല. അതൊക്കെ നമ്മൾ 2 ഏക്കർ നമ്മളെ ഭൂമിയിലെ മൊത്തം നാട്ടുകാർ ഭൂമിയിലൊക്കെ പുകയത്തിട്ട് മറ്റൊരു വരുമ്പോ നമ്മൾ കയറുന്ന കരുതും ആൾക്കാർ. അങ്ങനെ ഉണ്ടോ? അപ്പൊ ഈ പരിസരത്ത് തന്നെ അല്ല, നിങ്ങളെ നാടാണല്ലോ. കുറെ പറ്റിയ കുട്ടിക്കാലത്ത്. അപ്പൊ നിങ്ങളെ പ്രായത്തിന് മമ്മ പ്രായപ്പോ 80-85 കൂട്ടിക്കച്ച്. അച്ഛനെ, അപ്പൊ വേറെ ആർക്കും ജീവിച്ചിട്ടുണ്ടോ അവിടെ? ഞങ്ങൾ ശല്യപ്പെടുത്തുള്ളൂ. 85 വയസ്സായി എന്ന് പറഞ്ഞു. ഇതിന്റെ ഒപ്പം നടക്കുന്നതിന്റെ അമ്മാവൻ തന്നെ ഇടുന്നാലും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത്, ബിസിനസ്സിൽ ഞങ്ങൾ അമ്മാമാരും മക്കളും എല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. നമ്മൾ ഓണർമാരെ നമ്മളൊരു പ്രോപ്പർട്ടി ഏൽപ്പിച്ചാൽ അത് വിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പൊ ആർക്കാണോ ഈ ഭൂമി വേണ്ടത്, ചെറിയ വിലക്ക് 5 സെന്റ് ഭൂമി 6 സെന്റ് ഭൂമി 10 സെന്റ് ഒക്കെ വേണം, ആർക്കാണോ ആഗ്രഹിക്കുന്നത് അവർ നമ്മൾ നമ്പറിൽ വിളിക്കാം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. ആ സ്ക്രീനിൽ കാണാൻ നമ്മൾ വിളിക്കുകയും ചെയ്യാം. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സുബൈർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യണേ.